നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. സോ യൂറോപ്പിൽ നടന്ന ഒരു കഥയിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. യൂറോപ്പിൽ ഒരു പെൺകുട്ടി കൊല്ലപ്പെടും. ആ പെൺകുട്ടിയുടെ മരണത്തിന് ആരാണ് ഉത്തരവാദി എന്ന് ഇന്നും ആരും അങ്ങനെ കണ്ടുപിടിച്ചിട്ടില്ല. ഈ ഒരു കേസ് സോൾവ് ചെയ്യാനായിട്ട് എനിക്ക് നിങ്ങളുടെ ഇടയിൽ നിന്ന് ഒരു 18-നും 30 വയസ്സിനും ഇടയിലുള്ള പ്രായമുള്ള ഒരു പെൺകുട്ടി ആവശ്യമാണ്. ഓക്കെ, ആര് വരും സ്റ്റേജിലോട്ട്? 18-നും 30 വയസ്സിനും ഇടയിലുള്ള ഒരു പെൺകുട്ടി സ്റ്റേജിലേക്ക് ഇറങ്ങി വന്നോ. ഇത് വൺ മാൻ ഷോ അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയാം, നിങ്ങളുടെ പങ്കാളിത്തം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ. ഓക്കെ, കാരണം നിങ്ങൾ വന്നാൽ മാത്രമേ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. മാജിക് ഷോ എന്ന് ഡിഫറെൻ്റ് ആണ്. മാജിക് ഷോ പോലെയല്ല, ആർക്ക് വേണം സ്റ്റേജിലേക്ക് വരാം. ഞാൻ പരിപാടി ബുക്ക് ചെയ്തതിൻ്റെ അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാവരും സ്റ്റേജിലേക്ക് വരണം, എങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ആരാണ് വരുന്നത്? ഒരു സെക്കൻഡ്. സ്റ്റേജിലേക്ക് വന്നിട്ടുണ്ട്. മൈക്ക് ഉണ്ടോ? മൈക്ക് ഇവിടെ മറ്റേ മൈക്ക് വയനാട് കണ്ടോ? ആ കേൾക്കുന്നുണ്ടോ? ഗായത്രിയുടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ? സംസാരിച്ചൊക്കെ ഹലോ കേൾക്കുന്നുണ്ട്. ഒച്ചത്തിൽ സംസാരിക്കാം. ഓക്കെ. അപ്പോൾ ഗായത്രി, നമ്മൾ ഈ കേസ് സോൾവ് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഞാൻ എന്ത് വെച്ചാൽ മൈക്കിൽ കൂടെ പറയണം, എങ്കിലും അവർക്ക് കേൾക്കാം. ഓക്കെ. അപ്പോൾ ഗായത്രിക്ക് എത്ര വയസ്സുണ്ട്? 25 വയസ്സ്. ഗായത്രി എന്ത് ചെയ്യാണ്? ഡോക്ടറാണ്. ഏത് ഹോസ്പിറ്റൽ? കോഴിക്കോട്. സോ ഡോക്ടർ. അപ്പം നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഗായത്രിയുടെ കുറച്ച് നേരത്തേക്ക് നമുക്ക് വേറൊരാളാക്കി മാറ്റാം. ഗായത്രി എന്തായാലും ഡോക്ടറല്ലേ, അപ്പം നമുക്ക് മണിച്ചിത്രത്താഴിലെ ഡോക്ടർ സണ്ണിയെ പോലെ ഗായത്രിയെ കുറച്ച് നേരത്തേക്ക് നമുക്കൊന്ന് രൂപമാറ്റം സംഭവിപ്പിക്കാം. എങ്ങനെ ഉണ്ടായിരിക്കും? ഓക്കെ അല്ലേ? അപ്പോൾ ഗായത്രി ആ ബോക്സിനകത്ത്, ആ ഒരു ഷൈനി ചെയ്യുന്നൊരു ബോക്സ് ഉണ്ടല്ലോ, ആ ബോക്സിനകത്ത് ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, അതുപോലെ അവിടെ സ്റ്റിക്ക് ഉണ്ട്. അതെടുത്തിട്ട് ഇവിടെ വന്നിട്ട് അതിനകത്ത് എന്താണോ ഉള്ളത് അതെടുത്ത് ക്ലിയർ ചെയ്യണേ. അപ്പോൾ നമ്മുടെ മാടമ്പള്ളിയിലെ ആ ഒരു മാനസിക രോഗിയെ കണ്ടുപിടിക്കാനായിട്ട് നമ്മുടെ ഗായത്രി റെഡി ആയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഗായത്രി കൊണ്ടാണ് ഈ കേസ് നമ്മൾ തെളിയിക്കാൻ പോകുന്നത്. ഗായത്രി നടന്നൊന്നുമില്ല. ഗായത്രി കൈയിടില്ല, യേശുമാരേന് കൈയിടില്ല. ഓക്കെ, ഗായത്രി എടുത്തോളൂ. ഗായത്രിയാണ് ഈ കഥയിലെ ഡോക്ടർ സണ്ണി. ഗായത്രിയാണ് ഇവിടെ നടക്കാൻ പോകുന്ന എല്ലാ കഥകളും കണ്ടുപിടിക്കാൻ പോകുന്ന ഗായത്രിയാണ്. ഓക്കെ, ഗായത്രി ഗായത്രി, എൻ്റെ കയ്യിൽ കുറച്ച് പേപ്പേഴ്സ് ഉണ്ട്. ഇതിലെല്ലാം പല പല പേരുകളാണ്.
ഏതെങ്കിലും ഒരു 2-3 പേരൊന്ന് ലൗഡായിട്ട് വായിക്കാൻ പറ്റുമോ? മൈക്കിലൂടെ വായിക്കണേ, അവർക്ക് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. ഡെയ്സി, മേരി ജോൺ, ലൂസി എഡ്വിൻ, കാരി വിൽ. എല്ലാം ഡിഫറെൻ്റ് ആയിട്ടുള്ള പേരല്ലേ, ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല, എല്ലാം പല പല പേരുകളാണ്. ആ സമയത്ത് യൂറോപ്പിൽ നിന്ന് കാണാതായ ഒരുപാട് പെൺകുട്ടികളുടെ പേര് ഇതിലുണ്ട്. ഓക്കെ, ഇപ്പോൾ ഗായത്രി ചെയ്യാൻ പോകുന്നത്, അല്ല ഡോക്ടർ സണ്ണി ചെയ്യാൻ പോകുന്നത്, ഇതിനെ ഞാനിങ്ങനെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പേപ്പർ ടച്ച് ചെയ്യുക. ടച്ച് ചെയ്തു, അങ്ങനെ പിടിച്ചോ. കൈ ഒന്ന് നീട്ടി വയ്ക്കാമോ, നിവർത്തി വയ്ക്കാമോ? കൈ നിവർത്തി ഹോൾഡ് ചെയ്ത കഴിഞ്ഞാൽ. ഓക്കെ, ഇതിനകത്ത് എന്താണെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. 2 സെക്കൻഡ്. അതിനകത്ത് ഏതോ ഒരു പെൺകുട്ടിയുടെ പേരുണ്ടല്ലേ, എനിക്കറിയാനായിട്ട് ചാൻസ് ഇല്ല. ഏതോ ഒരു പെൺകുട്ടിയുടെ പേരുണ്ട് ഈ ബോക്സിനകത്ത്. ഇത് കൈ തന്നെ ഇങ്ങനെ പിടിച്ചേക്കാം. ഗായത്രി ഒരുപാട് പേരുകളുണ്ട്, ആ ഒരു ചീട്ടിനകത്ത് ഒരുപാട് പേരുകളുണ്ടല്ലേ. അതിൽ നിന്ന് ഏതോ ഒരു പേര് ഗായത്രി സെലക്ട് ചെയ്തിട്ടുണ്ട്. കറക്റ്റ് അല്ലേ? അത് ഏതാണെന്ന് എനിക്കും അറിയില്ല, ഗായത്രിക്ക് ഇപ്പം അറിയില്ല, ഓഡിയൻസിനും അറിയാനായിട്ട് ചാൻസ് ഇല്ല. ഗായത്രി ചൂസ് ചെയ്ത പേര് കറക്റ്റായിട്ട് ഉള്ള പേരാണെങ്കിൽ ഇവിടെ ഓൾറെഡി ഉള്ള ഈ കുട്ടിയുടെ പേരും ഗായത്രി എടുത്ത പേരും സെയിം ആയിരിക്കും. ഓക്കെ, നമ്മളതാ നോക്കാൻ പോകുന്നത്. ഗായത്രി ആ പേരൊന്ന് ജസ്റ്റ് വായിച്ചോ വലുതായിട്ട്. അമാൻഡ ഫെർണാണ്ടസ്. ഗായത്രി ഒരുപാട് പേരുകളുണ്ടായിരുന്നു, അതിൽ നിന്ന് ചൂസ് ചെയ്ത പേര് ഏതാണ്? അല്ല, ഈ ചൂസ് ചെയ്ത പേര് ഏതാണ്? അമാൻഡ ഫെർണാണ്ടസ്. ഒരുപാട് പേരുള്ളിടത്ത് നിന്ന് ഗായത്രി ചൂസ് ചെയ്ത പേര് അമാൻഡ ഫെർണാണ്ടസ് എന്ന് പറയുന്ന പേരാണ്. ഈ പേര് ഗായത്രി ചൂസ് ചെയ്യുന്ന, അതായത് ഈ പേരാണ് ഗായത്രി എടുക്കാൻ പോകുന്നത് എനിക്ക് അറിയാനായിട്ട് ഒരു ചാൻസും ഇല്ല. ഇല്ല, നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. ഗായത്രി, ഈ പിക്ചർ ഇവിടെ ഓൾറെഡി ഉണ്ടല്ലേ, ഇതിന്റെ ബാക്കിലും ഒരു പേരുണ്ട്. ഓക്കെ, ഇത് രണ്ടും സിമിലർ ആണെങ്കിൽ എങ്ങനെ ഉണ്ടായിരിക്കും? ഓക്കെ, ഇതിലെന്താ എഴുതിയിരിക്കുന്നത്? അമാൻഡ ഫെർണാണ്ടസ്. രണ്ടും ഒരേ പേരാണ്. താങ്ക് യു. ഗായത്രി വെയിറ്റ് ചെയ്തു. ഗായത്രി, ഈ പ്രേതത്തിലൊക്കെ വിശ്വാസമുണ്ടോ ഗായത്രിക്ക്? ചെറുതായിട്ട്. ഈ പ്രേതങ്ങള് എങ്ങനെയാണ് നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെന്ന് അറിയോ? അവർക്ക് ഇഷ്ടപ്പെട്ട ചെറിയ ഒബ്ജക്റ്റ് ആയിട്ടൊക്കെ ആയിരിക്കും അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കേൾക്കുന്നുണ്ടോ? കയ്യിൽ ഇങ്ങനെ പിടിച്ചോളൂ, സ്ട്രെയിറ്റ് ആയിട്ട് പിടിച്ചോളൂ. എന്നിട്ട് മൈക്കിലൂടെ ചോദിക്കുക, ആ പെൺകുട്ടിയുടെ പേര് നമുക്കിപ്പോൾ അറിയാം. എന്താണ് പേര്? അമാൻഡ അല്ലേ? മാറ്റി പിടിച്ചു. അമാൻഡ ആർ യു ഹിയർ എന്ന് ചോദിച്ചു. ഒന്നുകൂടെ നമുക്ക് നോക്കാം. അമാൻഡ ആർ യു ഹിയർ? അല്ല, ഞാനൊന്നും ചെയ്യുന്നതല്ല, ഗായത്രി ചെയ്യുന്നതാണോ? നമുക്കൊന്നുകൂടെ ട്രൈ ചെയ്യാം. പൊക്കി പിടിച്ചു, കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടുന്നു. ഈ സമയത്ത് നല്ല ഹൈറ്റ് പിടിക്കുക. ഒരു കാരണവശാലും കാറ്റൊന്നും തട്ടി തരങ്ങരുത്. ഒന്നുകൂടെ ചോദിച്ചു. അമാൻഡ ആർ യു ഹിയർ? അപ്പൊ എനിക്ക് തോന്നുന്നു അമാൻഡയ്ക്ക് ഗായത്രി ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ചിലപ്പോ രാത്രി ചില ശിൽക്കാരങ്ങളായിട്ടും ചിലപ്പോ തഴുകലായിട്ടും നമുക്ക് നോക്കാം. ഗായത്രി, ഇവിടെ 3 ചെയേഴ്സ് ഉണ്ടല്ലേ അല്ലേ? ഗായത്രിക്ക് ഇത് കൈ തന്നെ പിടിച്ചു. ഗായത്രി ഏതെങ്കിലും ഒരു ചെയർ ചൂസ് ചെയ്യാം. ഏത് ചെയർ ചൂസ് ചെയ്യും? ഇത് ഗായത്രി ഫോണാണോ? ഈ ഫോൺ അപ്രത്യക്ഷമായ കുഴപ്പമുണ്ടോ? ഫോൺ അപ്രത്യക്ഷമായ കുഴപ്പമുണ്ടോ? ഇതിന് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു ചെയർ, ഏതെങ്കിലും ഒരെണ്ണം പറയാൻ പറഞ്ഞാൽ ഏത് പറയും? മൈക്കിനോട് പറഞ്ഞു. ബ്ലൂ. ആ ഇതില്ലേ ബെല്ല്, ആ ബ്ലൂവിൽ കൊണ്ടുവച്ചു. 2 ചെയർ ഉണ്ട്. ഇനി ബാക്കി ബാലൻസ് ഉള്ള എത്ര ചെയറാണ്? റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഏത് ചെയർ വേണം? റെഡ്. ഉറപ്പാണ്? ചേഞ്ച് ചെയ്യണോ മൈൻഡ്? ഒരു ചാൻസ് കൂടെ തരാം. റെഡ് ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ഉറപ്പാണ്? റെഡിന്റെ അവിടെ പോയി നിൽക്കാം. നിന്നോ ഗായത്രി, നിന്നോ. ബാക്കിയുള്ളത് ഇവിടെ മാത്രമേ ഉള്ളൂ അല്ലേ? ഗായത്രി എന്തെങ്കിലും ഇരിക്കാൻ പറ്റുമോ? ഞാനിവിടെ നിൽക്കാം, കാരണം ബാക്കിൽ മൈക്കിന്റെ അഡാപ്റ്റർ ഉണ്ട്. ഇരുന്ന് കഴിഞ്ഞാൽ പൊട്ടിക്കും. ഗായത്രി,
ഗായത്രി റെഡ് ചൂസ് ചെയ്യുന്ന എനിക്ക് അറിയാനായിട്ട് ഒരു ചാൻസും ഇല്ലല്ലോ. ഇല്ലെങ്കിൽ എനിക്ക് ഗായത്രി നേരത്തെ അറിയണം. ഗായത്രിയുടെ അടുത്ത് ഞാൻ പറഞ്ഞേക്കണം റെഡ് ആണ് ഇനി ഞാൻ ചോദിക്കുമ്പോൾ പറയേണ്ടത്. അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഗായത്രി ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. അതുപോലെ ബെല്ല് കൊണ്ട് ബ്ലൂവിൽ വയ്ക്കുന്നത് എനിക്കറിയില്ല. ഗ്രീനിൻ്റെ അവിടെ ഞാനായിരിക്കും നിൽക്കുന്നതെന്ന് എനിക്കും അറിയില്ല ഇല്ലേ. ഗായത്രി അവിടെ ഒരു ബോക്സ് ഉണ്ടല്ലേ, ആ ഒരു വുഡൻ ബോക്സ് ഇല്ലേ, വെള്ള ബോക്സ് അല്ല, അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന ആ വുഡൻ ബോക്സ് എടുത്തിട്ട് അവിടെ വന്നിരുന്നു. അത് ഗായത്രിക്കുള്ള ഗിഫ്റ്റാണ്. ഗായത്രി ആ ബോക്സ് തുറക്കുക. ഇവിടെ ഇനി കുറച്ച് നേരം നടക്കാൻ പോകുന്ന കാര്യങ്ങളല്ല എൻ്റെ കൺട്രോളിലായിരിക്കും കേട്ടോ. എന്ന് വെച്ചാൽ ഇവിടെ നടക്കാൻ പോകുന്ന ഓരോ കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങളുടെ ഗൂഗിളിൻ്റെ ഹിസ്റ്ററി വരെ എൻ്റെ കൺട്രോളിലായിരിക്കും. ചിലപ്പോൾ വരാൻ പോകുന്ന ആൾക്കാരുടെ ഗൂഗിൾ ഹിസ്റ്ററി, ബാലൻസ്, ആരുമായിട്ട് ചാറ്റ് ചെയ്തു, ഇതൊക്കെ ആയിരിക്കും ഞാൻ പറയാൻ പോകുന്നത്. എന്നോട് സഹകരിച്ചില്ലെങ്കിൽ, സഹകരിച്ച് കഴിഞ്ഞാൽ ഓക്കെ, നമുക്ക് സിമ്പിളായിട്ട് പോവാം. അപ്പോൾ ആ ബോക്സ് തുറക്കുക മൈക്കിലൂടെ. ആ ബോക്സിനകത്ത് എന്തോ ഒരു ലെറ്റർ ഉണ്ടല്ലേ, ആ ലെറ്റർ എടുക്കുക. ഇപ്പോൾ ഗായത്രി ഇരിക്കുന്ന ഏതിലാണ്? റെഡ്. ബ്ലൂ എങ്ങനെയാണ്? ആരും ഇരിക്കുന്നില്ല. ഗായത്രി എനിക്ക് തന്ന ചെയർ ഏതാണ്? ഗ്രീൻ അല്ലേ. മൈക്കിലൂടെ വായിച്ചോ. ഞാനിപ്പോൾ ഇരിക്കുന്നത് റെഡ് ചെയറിലായിരിക്കും, മെന്റലിസ്റ്റ് ഇരിക്കുന്നത് ഗ്രീൻ ചെയറിലായിരിക്കും, നീല കസേര ശൂന്യമായിരിക്കും. ഇത് ഞാൻ പറയിപ്പിച്ച് ചെയ്തതല്ലേ അല്ലേ? അല്ല. താങ്ക് യു ഗായത്രി. ഗായത്രി പോകുന്നതിന് മുന്നേ ഗായത്രിക്ക് ഇവിടെ സ്റ്റേജിലേക്ക് വരാനായിട്ട് ആഗ്രഹമുള്ള ഒരു പെൺകുട്ടിയെ കൂടെ വിളിച്ചു. മൈക്കിലൂടെ വിളിച്ചു. ആരെങ്കിലും പേരറിയാമെങ്കിൽ, ഇല്ലെങ്കിൽ ഡ്രസ്സിന്റെ കളർ പറഞ്ഞാലും മതി. ഒരു വലിയ ആളായിരിക്കണം എന്ന് വെച്ചാൽ തീരെ ഏജുള്ളതല്ല. ഗായത്രിയുടെ ഏജ് വരുന്ന ഒരാളായിട്ട് ഗായത്രിക്ക് തോന്നുന്ന ഒരാളെ വിളിക്കാം. ഡ്രസ് പറഞ്ഞാൽ മതി, ഡ്രസ്സിന്റെ കളർ. അവർ എവിടെ ഇരിക്കുന്നു ചൂണ്ടിക്കാണിച്ചാലും മതി. ബ്ലാക്ക്. കുട പിടിച്ചോണ്ടിരിക്കുന്നതാണോ? കുട പിടിച്ചോണ്ടിരിക്കുന്നതാണോ അതോ ഇരിക്കുന്ന ആളാണോ? കുട പിടിച്ചോണ്ടിരിക്കുന്നു. ഓക്കെ, അത് സ്റ്റേജിലേക്ക് വരാം. നല്ലൊരു കൈയടി കൊടുക്കണം. കുട പിടിച്ചോണ്ടിരിക്കുന്നതാണ്. ബ്ലാക്ക് ഡ്രസ്. ബ്ലാക്ക് ആണോ എന്ന് എനിക്കറിയില്ല. ഇവിടെ നോക്കുമ്പോൾ ബ്ലാക്ക് പോലെ ഉണ്ട്. ആ വന്നു വന്നു വന്നു. നല്ലൊരു കൈയടി. നിങ്ങളുടെ ഇടയിലുള്ള ആളാണ് കേട്ടോ. പേരെന്തായിരുന്നു? സ്നേഹ. ലൗഡായിട്ട് പറഞ്ഞു. സ്നേഹ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? കുറച്ചുകൂടെ എടുത്തു. ആരോ ഒന്നുകൂടെ പറഞ്ഞേ. സ്നേഹ. സ്നേഹ പ്രയത്നത്തിലൊക്കെ വിശ്വസിക്കുന്ന ആളാണോ? ഇല്ല. സ്നേഹ ഒരു കാര്യം ചെയ്യും. അവിടെ നിൽക്കാൻ പറ്റുമോ സ്നേഹ? അതിനു മുന്നേ സ്നേഹയ്ക്ക് ഈ അമേണ്ട കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞില്ലേ, അമേണ്ടയെ കൊല്ലാനായിട്ട് ചാൻസ് ഉള്ള ഒരാളുടെ പേരൊന്ന് പറയാൻ പറ്റുമോ? എന്തായാലും അമേണ്ടയെ കൊന്നത് അമേണ്ട യൂറോപ്പുകാരിയാണ്. കൊന്നത് തങ്കപ്പനോ പൊന്നപ്പനോ അങ്ങനെയൊന്നും ആയിരിക്കില്ല. എന്തായാലും ഒരു ഇംഗ്ലീഷുകാരനായിരിക്കും അല്ലേ. മനസ്സിൽ വരുന്നൊരു പേര് ജോണോ ജേക്കബോ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ വരുന്ന അമേണ്ടയെ കൊല്ലാനായിട്ട് തോന്നിയെന്നും സ്നേഹ വിശ്വസിക്കുന്ന ഒരാളുടെ പേര് പറഞ്ഞു. ചുമ്മാ. ജാക്സൺ. ജാക്സൺ. മൈക്കിൾ ജാക്സൺ. വെറും ജാക്സൺ. വെറും ജാക്സൺ. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ആ ഒരു കാര്യം ഇവിടെ എഴുതി വെക്കാം. ജാക്സൺ. ജാക്സൺ എങ്ങനെയായിരിക്കും അമേണ്ടയെ കൊന്നിട്ടുണ്ടാവുക? വെടിവെച്ചിട്ടായിരിക്കും, കത്തി കൊണ്ട് കുത്തിയായിരിക്കും, എങ്ങനെയായിരിക്കും? എന്ത് വെപ്പണായിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക? കത്തി, നൈഫ്. അപ്പൊ ജാക്സൺ അമേണ്ടയെ കൊന്നിട്ടുണ്ടാവുക കത്തി വെച്ച് കുത്തിയിട്ടായിരിക്കും അല്ലേ? ഉറപ്പല്ലേ? ഉറപ്പാണ്. ഓക്കെ. സ്നേഹയ്ക്ക് പ്രയത്ന വിശ്വാസമുണ്ടോ? പേടിയുണ്ട്. ഓക്കെ. സ്നേഹ, ഇനി നടക്കാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ കൂടെ ഉള്ളവരായിരിക്കും നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോവുക. നിങ്ങൾക്കറിയാൻ പറ്റില്ല എന്താണ് നടന്നത്. ഓക്കെ, കുറച്ച് നേരത്തേക്ക്. പിന്നെ അതേപോലെ സ്നേഹ ഇനി ആലോചിക്കുന്ന കാര്യം ഗായത്രിക്ക് അറിയാൻ പറ്റും കുറച്ച് നേരത്തേക്ക്. കുഴപ്പമുണ്ടോ? സ്നേഹ നല്ലത് മാത്രമേ ആലോചിക്കാവൂ. സ്നേഹ ഇനി എന്ത് ആലോചിച്ചാലും അത് ഗായത്രിക്ക് അറിയാൻ പറ്റും. ഗായത്രി എന്ത് ആലോചിച്ചാലും അത് സ്നേഹയ്ക്ക് അറിയാൻ പറ്റും. ഓക്കെ അല്ലേ? രണ്ട് കൈ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പിടിച്ച് ഗായത്രി ഫ്രണ്ടിലേക്ക് ഇങ്ങനെ പിടിച്ചോ കൈകൾ. ഗായത്രി കാണാൻ പറ്റുന്നുണ്ടോ? ഗായത്രി ഇതിന്റെ ജസ്റ്റ് ബാക്കിലോട്ട് ഇവിടെ ഇവിടെ. സ്നേഹ കണ്ടു. ഗായത്രി കൈ ഇങ്ങനെ ഫ്രണ്ടിലേക്ക് പിടിക്കുക. ഇനി കുറച്ചു നേരത്തേക്ക് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്നേഹ നല്ലത് മാത്രമേ ചിന്തിക്കാവൂ. ഓക്കെ? സ്നേഹ ഓക്കെ അല്ലേ? പേടിയൊന്നുമില്ലല്ലോ? ഗായത്രി ഓക്കെ അല്ലേ? കണ്ണടയ്ക്കുക. രണ്ടുപേരും കണ്ണടയ്ക്കുക. ഇനി എന്ത് സംഭവിച്ചാലും കണ്ണ് തുറക്കരുത്. ഞാൻ പറയുന്നത് വരെ കണ്ണ് തുറക്കുകയും ചെയ്യരുത്. ഞാൻ പറയുന്നത് വരെ കണ്ണുകൾ അടഞ്ഞു തന്നെ ഇരിക്കുക. രണ്ടുപേരും നല്ല രീതിയിൽ ശ്വാസം എടുത്ത്
കൈ താഴ്ത്തിയിട്ടു. കണ്ണടച്ചോ, ഞാൻ പറയുന്നത് കണ്ണു തുറക്കരുത്. കേൾക്കുന്നവർക്ക് കണ്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ചെയ്തിട്ടുണ്ടെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഉത്തരവാദിയല്ല. അതാണ് ഞാൻ മൈക്ക് ഓഫ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, കാരണം ഇത് കൊച്ചു കുട്ടികളൊക്കെ പോയിട്ട് അനുകരിക്കാറുണ്ട്. എന്നിട്ട് ബാക്കി എന്ത് ചെയ്യുമെന്ന് അറിയില്ല. അച്ഛനും അമ്മയ്ക്ക് ഉറങ്ങിയിരിക്കും കുറേ നേരത്തേക്ക്. ഓക്കെ, അതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തേക്ക് മൈക്ക് ഓഫ് ചെയ്യാം. കണ്ണുകൾ അടച്ചിട്ടിരിക്കുക. കണ്ണടച്ചു. എന്തെങ്കിലും ടച്ച് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കൈ നോക്കിയേ. ടച്ച് എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവസാനമായിട്ട് ടച്ച് ഫീൽ ചെയ്തത് എവിടെയാണ്? ഒന്ന് തൊട്ട് കാണിക്കാമോ? തൊട്ട് കാണിക്കുക. ഏത് ഭാഗത്താണ് ടച്ച് ഫീൽ ചെയ്തതെന്ന്? അവിടെയാണ് ടച്ച് ഫീൽ ചെയ്തത്. തട്ടിയത് കണ്ണടച്ച് കണ്ണടച്ച്. ആരെങ്കിലും കയ്യിൽ പൈസ ഉണ്ടോ? 500 100 10 അങ്ങനെ എന്തെങ്കിലും നോട്ടുണ്ടോ? മേടിച്ചോ. ആരെങ്കിലും കയ്യിലുണ്ടെങ്കിൽ മേടിച്ചോ. സ്നേഹിക്ക് ഈ ലോകത്ത് പോകാൻ ആഗ്രഹമുള്ള ഒരു സ്ഥലത്തിന്റെ പേര് ജസ്റ്റ് മനസ്സിൽ വിചാരിക്കാം. ഗായത്രി വിചാരിക്കുന്നത്, സ്നേഹ മാത്രം വിചാരിക്കുക. എൻ്റെ അടുത്ത് പറയണ്ട, ഒന്ന് വിചാരിച്ചോ. പറയണ്ട, വിചാരിച്ചു. നല്ല രീതിയിൽ വിചാരിക്കണേ. പോകാൻ ആഗ്രഹമുള്ള സ്ഥലം ലോകത്ത് എവിടെ വേണോ ആവാം. എൻ്റെ സൗണ്ട് വരുന്നുണ്ടോ? എൻ്റെ സൗണ്ട് വരുന്നുണ്ടോ? വിചാരിച്ചു. ആ സ്ഥലത്തിന്റെ പേരൊന്ന് പറയാൻ പറ്റുമോ? മണാലി. മൈക്കിലൂടെ പറയണേ. സ്നേഹ വിചാരിച്ച സ്ഥലത്തിന്റെ പേരെല്ലാവരും കേട്ടായിരുന്നോ? ഏതായിരുന്നു? മണാലി. ഓക്കെ. ഇനി ഗായത്രിക്ക് ഇപ്പോ കഴിക്കാൻ ആഗ്രഹമുള്ള ഒരു ഫുഡിന്റെ പേര് മനസ്സിലൊന്ന് വിചാരിക്കുക. പഴങ്കഞ്ഞിയെന്ന് വിചാരിക്കും. ഇപ്പൊ കഴിക്കാൻ ആഗ്രഹമുള്ള ഒരു ഫുഡിന്റെ പേര് മനസ്സിൽ വിചാരിച്ചു. ഒന്നുകൂടെ വിചാരിച്ച്. ആ ഫുഡ് ഏതാണെന്ന് പറയാൻ പറ്റുമോ?
മന്തി. എന്ത് മന്തിയാണ്? അല്ല, ലൈക്ക് ബീഫ് മന്തിയാണ്, അൽഫാം മന്തി. അത്ര എഴുതാൻ സ്പേസ് ഇല്ല, മന്തി തന്നെ മന്തി. ഇനി ഒരു ഡീറ്റെയിലും കൂടെ ഉണ്ടല്ലേ, അത് സ്നേഹയുടെ കയ്യിലല്ലേ? ഒരു നോട്ട് സ്നേഹ. ഓക്കെ, ഇത് 50 രൂപയാണ്. ഇത് നഷ്ടപ്പെട്ട കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ സ്നേഹ? ഇതിലൊരു സീരിയൽ നമ്പർ ഉണ്ട് നോട്ടിൽ, കണ്ടായിരുന്നോ? ഒരു നമ്പേഴ്സ് സീരിയൽ നമ്പർ, അതിൽ ലാസ്റ്റത്തെ 3 അക്കം മാത്രം സ്നേഹം മനസ്സിൽ വിചാരിക്കുക. ആ സീരിയൽ നമ്പറിന്റെ ലാസ്റ്റ് 3, എന്നെ കാണിക്കണ്ട, സീരിയൽ നമ്പറിന്റെ ലാസ്റ്റ് 3 അക്കം മനസ്സിൽ വിചാരിച്ചു. നോട്ട് അതിന്റെ കയ്യിൽ ചുരുട്ടി വയ്ക്കുക. ആ നമ്പർ